ശത്രുക്കളെ ഒന്നാകെ വിറപ്പിച്ചുകൊണ്ട് അങ്ങ് കിഴക്കൻ യൂറോപ്പിന്റെ മഞ്ഞുമൂടിയ യുദ്ധഭൂമിയിൽ റഷ്യ മാരക ആകാശ രാക്ഷസന്മാരെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഉക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരവും സങ്കീർണവുമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യൻ പോരാട്ട വീര്യം ഇരട്ടിയാവുകയാണ്. ശത്രുക്കളുടെ റഡാറുകളെയും ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളെയും പൂർണ്ണമായും നിർജീവമാക്കിക്കൊണ്ട് റഷ്യൻ വ്യോമസേന കളത്തിലിറക്കിയ പുതിയ മാരകായുധങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ആകാശത്ത് അപ്രമാദിത്വം സ്ഥാപിക്കാൻ റഷ്യൻ മണ്ണിൽ നിന്ന് ജന്മമെടുത്ത പുതിയ ഡ്രോൺ രാക്ഷസന്മാർ ആഗോള സൈനിക നിരീക്ഷകരുടെ അടക്കം ഉറക്കം കെടുത്തി കഴിഞ്ഞു. ഇതൊരു സാധാരണ സൈനിക നീക്കമായിട്ട് നമ്മൾ തള്ളിക്കളയരുത്. മറിച്ച് ശത്രുവിന്റെ സമ്പൂർണ്ണ തകർച്ച ലക്ഷ്യമിട്ട് റഷ്യ ഒരുക്കുന്ന ആധുനിക പോരാട്ട തന്ത്രം തന്നെയാണ്. യുദ്ധക്കളത്തിൽ ശത്രുക്കൾ തീർക്കുന്ന കടുത്ത ഇലക്ട്രോണിക് തടസ്സങ്ങളെയും റേഡിയോ ജാമിങ്ങുകളെയും അതിജീവിച്ച് മുന്നേറാൻ റഷ്യ ഇപ്പോൾ തങ്ങളുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് പുറത്തെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനിയാണ് ഡ്രോണക്സ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത വെരിലോക്ക് എന്ന ഭാരമേറിയ ഹെക്സോകോപ്റ്റർ ഡ്രോൺ. ഏതൊരു പ്രതികൂല അന്തരീക്ഷത്തിലും ഒരു പരിക്കുമേൽക്കാതെ പറന്നുയരാൻ ഈ ഡ്രോൺ രാക്ഷസന് സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശത്രുക്കളുടെ ഏതു വലിയ കടുത്ത ഇലക്ട്രോണിക് യുദ്ധമുറകൾ പോലും വെരിലോക്കിന് മുന്നിൽ നിഷ്പ്രഭമാകും. 15 കിലോഗ്രാം വരെ ഭാരമേറിയ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വഹിച്ച് അതിവേഗം ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരാൻ ഇതിന് സാധിക്കും. 1 മണിക്കൂറോളം തുടർച്ചയായി ആകാശത്ത് തങ്ങി നിന്ന് ശത്രുനിരകളെ നിരീക്ഷിക്കാനും തകർക്കാനും വെരിലോക്കിന് പ്രത്യേക ശേഷിയുമുണ്ട്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ശത്രുക്കളെക്കാൾ ബഹുദൂരം മുന്നിലാണ് ഈ പുതിയ റഷ്യൻ ഡ്രോൺ. റഷ്യയുടെ സ്വന്തം സാറ്റലൈറ്റ് ശൃംഖലയായ ഗ്ലോനാസ്, ഒപ്പം GPS, ഗലീലിയോ എന്നീ സംവിധാനങ്ങളെ ഒന്നിച്ച് സംയോജിപ്പിച്ചാണ് ഇതിന്റെ നാവിഗേഷൻ പ്രവർത്തിക്കുന്നത്. ശത്രുക്കൾ GPS സിഗ്നലുകൾ പൂർണ്ണമായും ജാം ചെയ്ത് വിച്ഛേദിച്ചാൽ പോലും തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ അനലോഗ് ബാക്കപ്പ് നിയന്ത്രണ സംവിധാനങ്ങളും വെരിലോക്കിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഏത് കടുത്ത ആക്രമണത്തിലും സിഗ്നലുകൾ നഷ്ടപ്പെടാതെ ലക്ഷ്യസ്ഥാനത്ത് ആഘാതം സൃഷ്ടിക്കാൻ റഷ്യൻ ശാസ്ത്രജ്ഞർ ഇതിൽ മാരകമായ സാങ്കേതിക വിദ്യ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. വെരിലോക്കിന് കൂട്ടിനായി റഷ്യൻ സൈന്യം കളത്തിലിറക്കിയ മറ്റൊരു മാരക രൂപമാണ് ഗോരീനിച്ച് എന്ന ഡ്രോൺ. ദുർഘടമായ യുദ്ധമേഖലകളിൽ ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും എത്തിക്കുക എന്നതാണ് ഗോരീനിച്ചിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. 10 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ ഡ്രോൺ പൂർണ്ണമായും ഒപ്റ്റിക്സ് അധിഷ്ഠിത നാവിഗേഷൻ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ശത്രുക്കളുടെ GPS ജാമിംഗ് ഉപകരണങ്ങൾക്ക് ഇതിനെ തൊടാൻ പോലും സാധിക്കില്ല. അതിർത്തിയിലെ കടുത്ത പോരാട്ടം നടക്കുന്ന മുൻനിരകളിലേക്ക് റഷ്യൻ സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങളും മെഡിക്കൽ സാമഗ്രികളും തടസ്സമില്ലാതെ എത്തിക്കാൻ ഗോരീനിച്ച് എന്ന ഈ കുട്ടി രാക്ഷസന് എളുപ്പത്തിൽ തന്നെ സാധിക്കുന്നു. അത്യാധുനിക ഡ്രോണുകൾ ആകാശത്ത് ഭീതി വിതയ്ക്കുമ്പോൾ തന്നെ ഉക്രൈൻ ഗതാഗത ശൃംഖലകൾക്ക് നേരെയും റഷ്യ കനത്ത തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഡെനിപ്രോ പെട്രോഫ് മേഖലയ്ക്ക് സമീപം ഉക്രൈന്റെ സൈനിക ആവശ്യങ്ങൾക്കായി ഓടിയിരുന്ന ഒരു വലിയ ട്രെയിൻ റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും ചേർന്ന് തരിപ്പണമാക്കി. കൃത്യമായ പ്ലാനിങ്ങിലൂടെ നടത്തിയ ഈ സംയുക്ത ആക്രമണം ഉക്രൈന്റെ സൈനിക നീക്കങ്ങളുടെ നട്ടെല്ലൊടിക്കുകയാണ് ചെയ്തത്. ഉക്രൈന്റെ റെയിൽവേ ശൃംഖലയെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് ആയുധങ്ങൾ എത്തുന്നത് തടയാൻ റഷ്യക്ക് ഇതിലൂടെ കൃത്യമായി സാധിച്ചു. കരയിലും ആകാശത്തും മാത്രം ഒതുങ്ങുന്നതല്ല റഷ്യയുടെ ഈ പുതിയ ആക്രമണ തന്ത്രം. ഇതേസമയം ഡെനിപ്രോ നഗരത്തിന് നേർക്കുണ്ടായ അതിശക്തമായ ഡ്രോൺ ആക്രമണത്തിൽ നഗരത്തിലെ തന്ത്രപ്രധാന കെട്ടിടങ്ങൾ തകരുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇതോടെ ശത്രുക്കളുടെ മുൻനിരകളെ മാത്രമല്ല, സൈനിക നീക്കങ്ങൾ നടക്കുന്ന പിൻനിരകളെ പോലും തകർത്തെറിയാൻ റഷ്യൻ ആകാശ രാക്ഷസന്മാർക്ക് സാധിക്കുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. യുദ്ധമേഖലയും സിവിലിയൻ മേഖലയും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചു കളയുന്ന രീതിയിലാണ് റഷ്യൻ സൈന്യത്തിന്റെ ഈ മിന്നൽ നീക്കങ്ങളൊക്കെയും. ഇപ്പോൾ ഈ പോരാട്ടം തന്ത്രപ്രധാനമായ കരിങ്കടൽ മേഖലയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഉക്രൈന്റെ സാമ്പത്തിക മേഖലയുടെ ജീവനാഡിയായ കരിങ്കടലിലെ ചരക്ക് നീക്കം പൂർണ്ണമായും തടയാൻ റഷ്യൻ ഡ്രോണുകൾ അവിടെയും വിനാശം വിതയ്ക്കുകയാണ്. ഒഡേസ തുറമുഖത്തിന് സമീപം ഉക്രൈന്റെ സൈനിക സാമഗ്രികളുമായി സഞ്ചരിച്ചിരുന്ന ചരക്കു കപ്പലുകൾക്ക് നേരെ റഷ്യൻ ഡ്രോണുകൾ മാരകമായ ആക്രമണമാണ് നടത്തിയത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മാത്രം 120-ലധികം ആക്രമണങ്ങളാണ് ഉക്രൈൻ തുറമുഖങ്ങൾക്കും ചരക്ക് കപ്പലുകൾക്കും നേരെ റഷ്യൻ സൈന്യം അഴിച്ചുവിട്ടത്. ഉക്രൈന്റെ ധാന്യ കയറ്റുമതി തടസ്സപ്പെടുത്തി അവരുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന വലിയ തന്ത്രമാണ് റഷ്യ ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ മുൻകാല തിരിച്ചടികളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് റഷ്യ ഈ രണ്ടാം വരവിൽ അതിശക്തമായ തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നത്.
കേവലം ഡ്രോൺ ആക്രമണങ്ങൾക്കപ്പുറം ശത്രുക്കളുടെ ഇലക്ട്രോണിക് പ്രതിരോധങ്ങളെ മുഴുവൻ അതിജീവിക്കുന്ന ഒരു മൾട്ടി ലെയർ ആകാശ കോട്ടയാണ് റഷ്യ ഇവിടെ കെട്ടിപ്പൊക്കുന്നത്. സാറ്റലൈറ്റ് തടസ്സങ്ങൾ മറികടക്കാൻ കൃത്യതയുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയതോടെ റഷ്യൻ യുദ്ധവിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും യുദ്ധകളത്തിൽ എതിരാളികളില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. കരയിലെ ഗതാഗത മാർഗങ്ങളും ആകാശത്തെ പ്രതിരോധ നിരകളും കടലിലെ വിതരണ ശൃംഖലകളും ഒരേ സമയം തകർത്തുകൊണ്ട് റഷ്യ നടത്തുന്ന ഈ കടന്നാക്രമണം ഉക്രൈന്റെ സൈനിക തന്ത്രങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുകയാണ്. റഷ്യൻ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഈ ആകാശ രാക്ഷസന്മാർ ഇനി യുദ്ധകളത്തിൽ എന്തെല്ലാം വിനാശങ്ങളാണ് വിതയ്ക്കുക എന്ന് ലോകം വരും ദിവസങ്ങളിൽ ഉറ്റുനോക്കും. ഈ ആകാശ പോരാട്ടത്തിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.